ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് കടലപ്പരിപ്പും സേമിയയും ചേർത്തുകൊണ്ടൊരു പായസമാണ്. അതിനായിട്ട് ആദ്യം ഞാൻ കടലപ്പരിപ്പൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. സേമിയയും പരിപ്പും നമുക്ക് ഒരേ അളവിൽ വേണം എടുക്കാൻ. ഇത് ഒരു 1/2 ലിറ്റർ പാല് തിളപ്പിച്ചതാണ്. നല്ലപോലെ തിളപ്പിച്ച പാലാണിത്. ഇത് നമുക്കൊന്ന് പായസത്തിൽ ചേർക്കാനായിട്ടൊന്ന് മാറ്റി വെച്ചേക്കാം. ഇപ്പോൾ നെയ്യ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നെയ്യ് ചൂടായാലുടൻ തന്നെ നമുക്ക് കുറച്ച് ഡ്രൈ ഗ്രേപ്സാണ് ഇട്ട് കൊടുക്കേണ്ടത്. ബ്ലാക്ക് കളറിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ പായസത്തിൽ കാഷ്യൂ നട്ട്സ് ഒന്നും ചേർക്കുന്നില്ല. വെറും ഈ ഗ്രേപ്സ് മാത്രമാണ് ഇടുന്നത്. ഗ്രേപ്സ് എല്ലാം കോരി മാറ്റിയ ശേഷം നമുക്ക് സേമിയാണ് ഇടേണ്ടത്. സേമിയ നമുക്കൊന്ന് വറുത്തെടുക്കണം. സേമിയ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. കടലപ്പരിപ്പ് വേവിക്കാൻ മാത്രമാണ് നമുക്ക് കുറച്ച് സമയം എടുക്കുന്നത്. അത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പായസം പെട്ടെന്ന് തന്നെ തയ്യാർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സേമിയയൊക്കെ ഏകദേശം നിറം മാറി വന്നിട്ടുണ്ട്. നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതൊരു 1/2 ലിറ്റർ പാലാണ് ഞാൻ തിളപ്പിച്ച് വെച്ചത്. അതുപോലെ സേമിയയും കടലപ്പരിപ്പും ഒരു 50 ഗ്രാം വീതമാണ് അളവെടുത്തിട്ടുള്ളത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. കടലപ്പരിപ്പും സേമിയയും കൂടി നമുക്ക് ഒന്നിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. കടലപ്പരിപ്പ് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ വെന്തുടഞ്ഞു പോവാത്ത രീതിയിൽ വേണം എടുക്കാൻ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി നമുക്ക് പാലെല്ലാം ഒന്ന് കുറുകി വരണം. ഇനി കുറച്ച് ഏലക്കായ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായ ചേർത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം. സേമിയ എല്ലാം ഇപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഞാനിപ്പോൾ 200 ഗ്രാമിൻ്റെ നെസ്ലയുടെ മിൽക്ക് മെയ്ഡാണ് വാങ്ങിയിട്ടുള്ളത്. അത് മുഴുവനായിട്ട് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പായസത്തിൽ ഞാനിപ്പോൾ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. വെറും ഈ മിൽക്ക് മെയ്ഡിൻ്റെ മധുരം മാത്രമാണ് ഉള്ളത്. അതൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും ഈ പായസത്തിന്. വീണ്ടും എല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ പായസമൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. വീണ്ടും ഒരേ ഒരു പ്രാവശ്യം ഒന്ന് പാലൊന്ന് ചെറുതായിട്ട് തിളപ്പിച്ച ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. പായസം ഇപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഗ്രേപ്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ പായസം നമുക്ക് കുറുകിയ രൂപത്തിൽ വേണം ചെയ്തെടുക്കാൻ. തണുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കട്ടിയായിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടലപ്പരിപ്പും സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.